ഇനി നമുക്ക് അഭിഷേകിന്റെ സ്വന്തം ഗ്യാരേജിൽ പോകാൻ കേട്ടോ. ഇതാണ് അഭിഷേകിന്റെ ഗ്യാരേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അഭിഷേകിനെ കുറിച്ച്. കാരണം അഭിഷേക് എപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വീട്ടിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്യാരേജിൽ അച്ഛനോടൊപ്പം ഇരിക്കാന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് അഭിഷേക് എവിടെയെന്നും അഭിഷേകിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ മീൻസ് ഒരുപാട് മാറുന്ന ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് മെച്ചുവറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി അവരുടെ പ്രതികരണം എന്താ പറയുക. അപ്പൊ നമുക്കിന്ന് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അഭിഷേകിന്റെ സുഹൃത്തുക്കളാണ്. അഭിഷേക് എല്ലാ കാര്യങ്ങളും വന്ന് പറയാറുണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം, അഭിഷേകിനെ ബിഗ് ബോസിൽ കണ്ടല്ലോ, എന്താണ് തോന്നിയത് ശരിക്കും? എന്ത് അഭിഷേകിനെ നമുക്ക് തോന്നിയെന്ന് പറയാൻ, നമ്മളെ ഇവിടുത്തെ കൂട്ടല്ല, അവിടെ ചെന്നപ്പോ ഇച്ചിരി മെച്ചൂർഡായിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളോട് ഒരു ആളൊരു സാധാരണ ആരോടും ഒരു ശല്യം ഒരു ബഹളവും ഒന്നും വെക്കാത്ത ആളാണ്. പക്ഷെ അവിടെ ചെന്ന ആൾ ഒത്തിരി മാറിയിട്ടുണ്ട്, ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അഭിഷേകിന്. എന്ത് വ്യത്യാസമാണ് വന്നത്? ഒരാള് നമ്മളിപ്പോ ഒന്ന് ചുമ്മാ അഭിഷേകനെ നമ്മൾ എത്ര കളിയാക്കിയോട്ട് നമ്മളെന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് കയറി സംസാരിക്കാൻ തുടങ്ങി. മറ്റേ അങ്ങനല്ല, നമ്മളിവിടെ ഗ്യാരേജിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്നൊക്കെ ഉണ്ട്, നമ്മൾ ഇന്ന് അങ്ങോട്ട് വരണം. ഓരോ പുള്ളി ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇപ്പൊ അങ്ങനല്ല, ഓരോരുത്തര കാര്യങ്ങളിൽ പുള്ളി അങ്ങോട്ട് കയറി ചോദിച്ചും അങ്ങനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. സൈലന്റ് ആള്, ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പ് ആണല്ലേ? ആണ്, നിങ്ങളോടൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എല്ലാ കാര്യങ്ങളും വന്ന് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര എന്താ പറയാ, ഒരു സ്വീറ്റ് പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആളുടെ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ആദ്യത്തെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഒത്തിരി പുള്ളി മാറിയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഗെയിമിലൊന്നും പുള്ളി അങ്ങനെ തോപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്, പുള്ളി അങ്ങനെ അച്ഛനുമായിട്ട് എപ്പോഴും കൂട്ട്, എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും അച്ഛനും മോനും തമ്മിലുള്ള കൂട്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതിലും രണ്ട് ചിലപ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വർക്ക്ഷോപ്പിന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പുള്ളി എപ്പോഴും അവിടെ വന്ന് ഇരിക്കുന്നത്. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എണ്ണിച്ച് വരും, അങ്ങനെയൊക്കെ ഉള്ളു. അപ്പൊ എന്തെങ്കിലും കാര്യം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ചെറിയൊരു പിണക്കം ഉണ്ടായാലും അങ്ങോട്ട് 5 മിനിറ്റ് പുള്ളിരിക്കത്തില്ല. ഒന്നെങ്കിൽ സാറ് വിളിക്കും, അല്ലെങ്കിൽ അഭിഷേക് വിളിക്കും, അത്രേ ഉള്ളു. ഭയങ്കര ഫ്രണ്ട്ലി ആണ് രണ്ടുപേരും, ഭയങ്കര ഫ്രണ്ട്ലി രണ്ടുപേരും. ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ബിഗ് ബോസിൽ വന്നപ്പോഴും പുള്ളി ഒരുപാട് കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നേ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ആളുടെ ഒരു ലൈഫ് സ്റ്റോറി. പുള്ളി മനസ്സിൽ കൊണ്ടുവരണം, നമ്മളോട് പറഞ്ഞിട്ടില്ല. പുള്ളി പുള്ളിക്ക് വിഷമമായാലും സങ്കടമായാലും പുള്ളി തുറന്നു പറയാം, ആരോടും പറയത്തില്ല. പുള്ളി എപ്പോഴും ചിരിയുണ്ട്, പക്ഷെ ഉള്ളിൽ ഇത്രയും നമ്മളിപ്പോഴാണ് അറിയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മയെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല പുള്ളി. അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഭയങ്കര സങ്കടം. ഇത്രയും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിനോട് പറയാം, അല്ലെ നമ്മുടെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞങ്ങനെ നമ്മളങ്ങനെ പക്ഷെ അഭിഷേക് അങ്ങനല്ല. ഇത്രയും കാലം അത് എത്ര വയസ്സുണ്ടെന്ന് ആലോചിക്കും. ഇപ്പൊ പുള്ളിക്ക് എത്ര വയസ്സുണ്ട്, അത്രയും കൊല്ലം അച്ഛനോട് പോലും പറഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും. അപ്പൊ ആലോചിച്ച് നോക്കണം, പുള്ളി അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നപ്പോഴും ഉള്ളിൽ അത്രയും വിഷമങ്ങൾ ഉണ്ടെങ്കിലും പുള്ളി ചിരിച്ചോണ്ട് നമ്മളോട് സംസാരിക്കും. നമുക്കും പെട്ടെന്ന് കേൾക്കാൻ നേരം നമ്മുടെ നമുക്കും ഒരു ബുദ്ധിമുട്ടായി തന്നെയല്ല. നമ്മുടെ വീട്ടിൽ എന്റെ വൈഫുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊക്കെ അഭിഷേകനെ ഇങ്ങനെ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളതല്ലോ. ഇത് കൂടെ എപ്പോഴും ഒരു ബിഗ് ബോസ് കണ്ടോ വൈകുന്നേരം ഒരു 9 ആകുന്നുണ്ടെങ്കിൽ ഇന്നും വൈകുന്നേരം 9 ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ സിനിമ കണ്ടിരിക്കുകയാണ്, രണ്ടുപേരുടെ വന്ന് ബോളം ഉണ്ടാക്കി റിമോട്ട് മാറ്റി ഇത് കാണും. കണ്ടപ്പോ എപ്പോഴും വീട്ടുകാർ മാത്രമല്ല, നമ്മൾ പർച്ചേസിങ്ങിന് കടയിലെല്ലാം പോകുന്നുണ്ട്. കടയിലെല്ലാം പോകുമ്പോൾ അവര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾക്കറിയാം, നമ്മള് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ നമ്മുടെ ഫാമിലി ആയാലും എല്ലാവർക്കും നല്ല വിഷമമായിട്ടുണ്ട്. പറയത്തൊന്നുമില്ല പുള്ളി അങ്ങനെ ആടുമ്പോ പുള്ളി എപ്പോഴും പുള്ളിയുടെ മുഖത്ത് എപ്പോഴാ ചിരിയുണ്ട്, എപ്പോഴും ഇവിടെ ചെറിയൊരു ഞൊളക്കുഴി പോലത്തെ ഒരു ചിരി എപ്പോഴും മുഖത്തുണ്ട്. നമ്മളിപ്പോ വിഷമം ഉണ്ടെങ്കിലും പുള്ളി നമ്മളിപ്പോ കളിയാക്കിയാലും എന്തോ ചെയ്തെന്നായാലും പുള്ളി മറിച്ചൊന്നും പറയത്തില്ല, അന്നാ പോണ അങ്ങനൊന്നും ഇല്ല, അതേ പറഞ്ഞിട്ട് പോകത്തുള്ളൂ. ഇതുവരെ ഞങ്ങളൊരു തൊഴിലാളിയായിട്ട് കണ്ടിട്ടില്ല. പുള്ളിയുടെ ഒരു ചേട്ടന്മാരെ പോലെ ഞങ്ങളെ കണ്ടിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും നമ്മളോട് പറയും, എന്തോ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഞങ്ങളോട് പറയും. നമ്മളോട് അഭിഷേകിന് ഒരുപാട് ഫാൻ ഗേൾസ് ഉണ്ട്. അപ്പൊ നിങ്ങളോടെല്ലാം വന്ന് പറയുന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാം, ആൾക്ക് എന്താ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, എല്ലാരും ഒരുപോലെ വിളിക്കുക. പുള്ളിക്ക് ഒരു സ്വപ്നമുണ്ട്, പുള്ളിക്ക് ഇത്ര സമയം എനിക്ക് വേണമെന്നുണ്ട്. അച്ഛൻ പുള്ളിയെ പറയുന്നതിനപ്പുറത്തോട്ട് പുള്ളി ചെയ്യത്തുമില്ല. ബിഗ് ബോസിനകത്ത് ഒരു സുഹൃത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പുള്ളിയുടെ പെങ്ങളെ പോലെ കേട്ടോ, പെങ്ങള് തന്നെ അത്. കാരണം വെച്ചാൽ പുള്ളി അങ്ങനെ പലർക്കും നമ്മളിപ്പോ നമ്മളൊരു കുടത്തിന്റെ മൂടി കെട്ടാം,
ഒരു മനുഷ്യന്റെ വാങ്ങി കൊടുക്കാൻ പറ്റും. ഒരു പെണ്ണിനോട് വണ്ടി എന്ന് പറഞ്ഞാൽ പരത്തല്ലേ ഇല്ലല്ലോ. ബേസിക്കലി ഞാൻ നിങ്ങളോട് അത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു ഇവരോട് എല്ലാം പറയാറുണ്ടെന്ന് ഒരു എന്താ പറയാ ഒരു തൊഴിലാളികളോടൊന്നില്ലാതെ പോലെ അല്ലെ നല്ല ഫ്രണ്ട്ഷിപ്പിലോടാണ് അവർ പൊക്കോണ്ടിരിക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങളും പറയുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് അറിയുന്ന കാര്യമുണ്ട്. കാരണം കമന്റ്സിൽ പറയാറുണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ ശരിക്കും ഒരു സിഗ്മ മെയിലാണോ ആള്? ഒരു സിഗ്മ ആയിട്ടാണോ ആൾ ഇരിക്കുന്നത്? അങ്ങനൊന്നുമല്ല. ആരാ പറഞ്ഞു? അത് ഒരിക്കലും അങ്ങനല്ല ആള്. പലതും പറയാലോ, ആർക്കും ഒന്നും പറയാം. നേരിട്ട് അറിയാവുന്നവർക്കല്ലേ അത് കറക്റ്റ് പറയാൻ. മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി വരും. നമ്മളോട് ഒന്ന് പറയാം ചേട്ടാ എന്നോടൊന്നും താല്പര്യം. പുള്ളി അത് ആ മെസ്സേജ് വന്ന് റീഡ് ചെയ്ത് അതുപോലെ ഇരിക്കത്തില്ല, അതിന് റിപ്ലൈ കൊടുക്കും അല്ലെ ഒന്നും ചെയ്യത്തില്ല. ഒരു കാര്യമില്ല. ഞങ്ങൾ അങ്ങോട്ട് പറയാം ഒരു എന്തെങ്കിലും ഒന്ന് അയക്കാം, വേണ്ട ചേട്ടാ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല പുള്ളി. ഫാമിലി മാൻ ആണ് അല്ലേ? ഫാമിലി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഫാമിലി കഴിഞ്ഞേ ഉള്ളൂ. അച്ഛനും കഴിഞ്ഞേ ഉള്ളൂ. അച്ഛനാണ് ഏറ്റവും വലിയ ജീവൻ. അത് കഴിഞ്ഞേ ഉള്ളൂ. ചില ആൾക്കാർ അതായത് അച്ഛന്റെ എൻട്രി കണ്ടിരുന്നല്ലോ, അച്ഛൻ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ്, അച്ഛൻ കറക്റ്റ് അതേപോലെയാണ് അഭിഷേക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കും ചില സമയത്ത് ആ ഒരു ഇത് അല്ലേ അവരുടെ രണ്ടുപേരോടെ നിൽക്കുമ്പോഴേ നിങ്ങൾ തന്നെ നോക്കിയാ ചേട്ടൻ നിൽക്കുന്നല്ലോ രണ്ടുപേരും. അത് അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. അപ്പൊ പലരും അത് കമന്റ്സിലൂടെയൊക്കെ അറിയിക്കാറുണ്ട്, ശരിക്കും അഭിഷേകിനെ പോലെയാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും എങ്ങോട്ട് പോയാലും വന്നാൽ ആന്റി പറയുന്നില്ലേ, അഭിഷേകിന്റെ അപ്പച്ചി പറയുന്നുണ്ട് എവിടെ പോണേലും അഭിഷേക് ആണ്. ഇവിടെ അഭിഷേകിനെ വിളിക്കും, അഭിഷേക് ഇവിടെ ഗ്യാരയിലായിരിക്കും അന്നേരം. ആന്റി വരാന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഇപ്പൊ കാണാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിളിക്കും, നമ്മളെന്തെങ്കിലും സാധനത്തിന് പോകണം പറഞ്ഞ് വിളിക്കുമ്പോ കാണാം ചേട്ടൻ എറണാകുളത്ത് പോയിക്കൊണ്ടിരിക്കും ട്രെയിന്. നമ്മള് എപ്പോ പോയി അതൊരു 10 മിനിറ്റ് ആയാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പുള്ളി മറ്റേ അങ്ങനെയല്ല, പുള്ളിക്ക് ഇത്രയുണ്ട് എങ്കിൽ വണ്ടികൾ ഇത്രയും വണ്ടികൾ പുള്ളിയുടെ സ്വന്തം കിടക്കുന്നു. പുള്ളി അതിലൊന്നും യാത്ര ചെയ്തില്ല. പുള്ളി ട്രെയിൻ, ബസ് ഇതൊക്കെയാ പുള്ളിക്ക് ഇഷ്ടം. വണ്ടിയെല്ലാം പുള്ളിയുടെയാ. പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനില് ബസ്സില് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇഷ്ടം. കണ്ടുകൊണ്ട് ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ടോ, 18,000 രൂപ മേടിച്ചാ 2 ദിവസം കണ്ട് ചവിട്ടി, പിന്നെ ചവിട്ടിയിട്ടില്ല. അവിടെ വെച്ചിട്ടുണ്ട് പുള്ളി. പുള്ളിക്ക് ബസ്സിന് പോകുന്ന ട്രെയിന് വന്നിട്ട് അത്ര സുഖം കിട്ടത്തില്ലെന്നാണ് ഇതൊക്കെ ചവിട്ടുമ്പോൾ എവിടെ പോയാലും. ഇപ്പം അതിനകത്തോട്ട് വയൽക്കാട് എൻട്രി വഴിയാണല്ലോ നമ്മളെ അഭിഷേക് കയറിയിട്ടുള്ളത്. അപ്പൊ തന്നെ ഒരു കോംബോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് അതിനകത്ത് കയറിന്റെ ഒരു കോംബോ ആവോ, ഒരു റിലേഷനിലാകോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. കാര്യങ്ങളാന്നൊക്കെ അവര് പറയും. നമുക്കതറിയാലോ കാര്യങ്ങൾ മൊത്തം. പറഞ്ഞില്ല എന്തുകൊണ്ടല്ലോ ഞങ്ങളോടൊന്ന് പറയാം. എന്നാ കാര്യമാണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാലാണെങ്കിലും ഒരു മെസ്സേജ് അച്ഛനോട് തന്നെ ഷെയർ ചെയ്യും. എന്താണ് ഏറ്റവും അച്ഛനോട് പറയും. ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസമാണ് നമുക്ക് ഗ്രാൻഡ് ഫിനാലേക്ക്, കുറച്ച് ദിവസം എന്നല്ലാതെ എത്തിക്കഴിഞ്ഞു അല്ലേ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അഭിഷേകിനോട് എന്തായിരിക്കും പറയാൻ? ഇപ്പൊ അഭിഷേക് ഇതിപ്പം അറിയുന്നില്ല നമ്മൾ ഓൾറെഡി. അപ്പം അഭിഷേകിനോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കുക? കാരണം നമ്മള് പോയ ശേഷം ഇതുവരെ അഭിഷേകിനെ കണ്ടിട്ടില്ല അല്ലെ. ഇപ്പം 100 ദിവസം ഇത് പെട്ടെന്ന് പോയിരിക്കുകയാണ്. അപ്പം ആള് ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. കളി ചിരി ട്രാവലൊക്കെ വരാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഇവിടെ ഗിയർ ബോക്സ് ഇറക്കാനുണ്ട്, പണിയുണ്ട്. നമ്മളിപ്പോ ഗിയർ ബോക്സ് ഇറക്കുന്നുണ്ടേ നമ്മൾ രണ്ടുപേരെ കൊണ്ട് പറ്റത്തില്ല. പുള്ളി അവിടെ ഇരിക്കും. നമ്മൾ ഫോൺ ഇവിടുന്ന് അങ്ങോട്ട് അഭിഷേകം വരാൻ പറഞ്ഞു എന്തായിട്ടാന്ന് പറഞ്ഞു നമ്മളോട് തന്നെ അതെല്ലാം പണിയെല്ലാം ചെയ്യും. മുതലാളി എന്നുള്ള ഒരു ഇതില്ല പുള്ളിക്ക്. ഇല്ല. കൂട്ടത്തിൽ നമുക്ക് ഇനി ഒരാളെയും കൂടെ പരിചയപ്പെടാം. അപ്പൊ ചേട്ടാ നമ്മളിപ്പോ ഇവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അഭിഷേക് എന്നും അഭിഷേകിന്റെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അഭിഷേക് ഇങ്ങനെയാണ് നിങ്ങളോടൊക്കെ ഉള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞിരുന്നു ഒരിക്കലും ഒരു മുതലാളി അല്ല, നമ്മുടെ സുഹൃത്തിനെ പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അഭിഷേക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ ഒരു കണ്ണിൽ എങ്ങനെയാണ് പുള്ളി എന്ന് പറയുന്നത്? കാരണം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, സ്കൂളിലായിക്കോട്ടെ എല്ലാ സ്ഥലത്തും അതെ. അപ്പം എന്താണ് പറയാനുള്ളത് ആളെ കുറിച്ച്? നല്ല അഭിപ്രായം തന്നെ. ഇത് പറഞ്ഞ പോലെ തന്നെ നല്ല അഭിപ്രായം. അങ്ങനെ അധികം ആരോടും പിന്നെ അങ്ങനെ അധികം കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ആദ്യം അങ്ങനെ ഒരു മുതലാളി എന്നുള്ളൊരു അങ്ങനെയുള്ള ഒരു ജാട അങ്ങനെയുള്ളതൊന്നുമില്ല. ഇല്ല കൂട്ടത്തിലാണ് അല്ലെ. അഭിഷേകിന്റെ ഗെയിമൊക്കെ കാണാറുണ്ടോ? ഒരുപാട് വോട്ട് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് വോട്ട് ഉണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണുള്ളത്. ആണ്
മദേഴ്സ് ഡേക്ക് ആണെങ്കിലും ആ ഒരു ലെറ്റർ വായിച്ച ശേഷം തന്നെ ഒരുപാട് പേര് അഭിഷേകിനെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും സിമ്പതി വേണ്ടെന്നുള്ള രീതിയിലാണ് അഭിഷേക് എന്ന് പറഞ്ഞു തുടങ്ങിയത്. ആളിപ്പോ ഇത് ആൾക്കൊരു സിമ്പതിയുടെ ആവശ്യമില്ല. ആള് നാച്ചുറൽ ആയിട്ട് തന്നെ പോകുന്നു. നാച്ചുറൽ ആയിട്ട് വിഷമം എനിക്ക് വിഷമമുണ്ട്. പുള്ളിക്ക് ഒരു മനസ്സിൽ പറയുന്നത് അങ്ങനെ അറിയുന്ന പുള്ളിക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് കാര്യങ്ങളാ. കൂട്ടുകാരുടെ അടുത്ത് പോകത്തില്ല, ഒരു കൂട്ടുകാർ ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ 3-4 പേരേ ഉള്ളൂ പുള്ളിയുടെ കൂടെ എപ്പോഴും ഉള്ളത്. ഏറ്റവും കൂടുതൽ ഇവിടെ പുള്ളി ഇരിക്കുന്നത്. കണ്ടല്ലേ പുള്ളി പോകത്തുള്ളൂ, അല്ല വീട്ടിലായിട്ടോട്ട് അങ്ങനെയുള്ള പോക്ക്. കല്യാണത്തിന് പോക്കും കുറവാ. അങ്ങനെ ഗ്യാരേജ് വന്നതിന് ശേഷം കല്യാണത്തിന് പോകാൻ കുറവാ. കഴിവതും പുള്ളി പോവായിരിക്കും. ഓരോരുത്തർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുള്ളിക്കാർ ഇഷ്ടമല്ല. അപ്പച്ചി വിളിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പച്ചി വിളിക്കാൻ മാത്രം സ്പോട്ടിൽ ഇവിടുന്ന് വണ്ടി കയറി പോവാ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ? പിന്നെ നമ്മളിപ്പോ മുതലാളി വണ്ടിയായിട്ട് പോയി പഞ്ചറായി, സാധാരണ ഗതി ആ ഗ്യാരേജിന്റെ മുതലാളി നമ്മളെ പണിക്കാരെ വിളിക്കും. പുള്ളി ആണെന്നല്ല, പുള്ളി തന്നെ അഴിക്കുമല്ലോ. എല്ലാം തന്നെ എല്ലാം അറിയാം പുള്ളി, എല്ലാ കാര്യങ്ങളും. ഒരു ഗെയിം കണ്ടില്ലേ മറ്റേ ബോൾട്ട് വെച്ചിട്ടുള്ള പരിപാടി, അഭിഷേകിന് ചെയ്യാൻ അറിയാൻ വേണ്ടിട്ടല്ല, ചെയ്യാൻ ഞാൻ. കാരണം മറ്റേ പെണ്ണ ജാസ്മിനാ 2 കഴിയുമ്പോ ചെയ്താണ്ടോ, പക്ഷെ അത് ഒറ്റ കഴിയുമ്പോൾ ചെയ്യും. ചെയ്യാൻ ഞാൻ പുള്ളി അത് വേണ്ട വിട്ടതാ പുള്ളി. എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. പിന്നെ ഋഷിയോടുള്ള ഒരു ക്രിക്കറ്റിന്റെ ഇതുണ്ടായിരുന്നല്ലോ, ബോളിങ്ങിന്റെ, അതും അതൊക്കെ പുള്ളിക്ക് അറിയാൻ വിട്ടുകൊടുത്താ. അത് എനിക്ക് തോന്നുന്നു അല്ല, നമ്മള് ബിഗ് ബോസ് കണ്ടവർക്ക് അറിയാം, അത് പറയുന്നുണ്ട്. ഞാനത് അവന് വേണ്ടി വിട്ടുകൊടുത്തതാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മറ്റേ ആ പെണ്ണിന്റെ നോറയുടെ പേരിൽ എറിഞ്ഞില്ലേ, ഒന്നുപോലും കൊണ്ടില്ലല്ലോ. ഇപ്പൊ ജാസ്മിൻ അവിടെ എന്ന് പറഞ്ഞില്ല, അഭിഷേക് നിനക്ക് വേണ്ടി വന്നറിയാൻ ഒറ്റ കയറിന മൊത്തം ബോട്ടിൽ താഴെട്ട് കണ്ടോ. ഇപ്പൊ മറ്റേ 3 സ്റ്റമ്പ് എറിഞ്ഞിടാൻ വയ്യാഞ്ഞുണ്ടാവും. മനസ്സാ പുള്ളിക്ക്, ഒരാൾക്ക് ചെയ്യാൻ ഭയങ്കര മനസ്സുള്ള ആളാ. അതുപോലെ അച്ഛനും അതുപോലെയാണ്. എന്ത് കാര്യത്തിനും നമ്മളെ മാറ്റി നമ്മളിപ്പോ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ നമ്മുടെ എന്തെങ്കിലും മുഖത്തിന്റെ ഒരു വിഷമം എന്തെങ്കിലും പുള്ളിക്ക് അറിയാം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ചോദിക്കും എന്താണ് കാര്യം, നമ്മളത് പറയും. രാവിലെ വരുന്ന നമ്മളോട് എന്തെങ്കിലും നമ്മുടെ മുഖം കാണുമ്പോ പുള്ളിക്ക് അറിയാം. അങ്ങനെ നമ്മള് വേർതിരിവ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. രണ്ടുപേരും അച്ഛനും മോനും അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് രണ്ടുപേരും. പിന്നെ പണിക്കാരെ സ്ഥാനത്ത് കണ്ടാ പോലെ അവരങ്ങനെ കാണത്തില്ല. എന്തുണ്ടെങ്കിലും ഇപ്പൊ ഒരു കാര്യം അഭിഷേകിനോട് പറയണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ക്യാമറ നോക്കി പറയാം, എന്തായിരിക്കും കപ്പുമായിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ. ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട് അവർക്ക് അല്ലേ, കപ്പുമായിട്ട് കൊണ്ടുവരാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ, ശരി.